ഹലോ, വെൽക്കം ബാക്ക്. കുറേ നാളായില്ലേ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, വി ആർ ഡൂയിങ് ഗുഡ്. മഴയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ലേസി ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. അതുകൊണ്ട് ഇന്നെന്തായാലും ഇറാഷിൻ്റെ ഹെയർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പോകാൻ ഇറങ്ങുന്ന ടൈം ആകുമ്പോഴത്തേക്കും 2 കൊറിയറും വന്നിട്ടുണ്ടായിരുന്നു. അതും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇറാഷിന് നല്ലപോലെ ഹെയർ വളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇവനത് കട്ട് ചെയ്യാൻ ഒരിക്കലും വിടൂല. ഭയങ്കര കരച്ചിലായിരിക്കും. അതുമല്ലാണ്ട് ഇറാഷിൻ്റെ ഡാഡാക്ക് ഹെയർ കട്ട് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇറാഷിന് കുറച്ചധികം ഹെയർ വെക്കുന്നതാണ് ആൾക്ക് താല്പര്യം. എനിക്കും കുറച്ചും ഹെയർ ഉള്ളതാണ് ഇഷ്ടം. ഇറാഷും ഞാനുമാണ് കേട്ടോ കളിക്കുന്നത്. അവന് കളിക്കാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് കൂടെ ആരെങ്കിലും കളിക്കണം. ഇതിപ്പോൾ എല്ലാ ഗെയിംസിലും ഞാൻ എന്തായാലും വേണം. പിന്നെ ഉമ്മ, വാപ്പ ഇവരൊക്കെയാണ് ഇവൻ്റെ പ്ലേമേറ്റ്സ്. ഇതാണ് ഇറാഷിൻ്റെ ഇപ്പോഴത്തെ ഹെയർ ഗ്രോത്ത്. ഇറാഷോ നീ എന്തൊക്കെ ഹെയർ കട്ടാക്കുമ്പോൾ കരിഞ്ഞേ? ഇങ്ങ് നോക്ക്, ബണ്ണ കരിഞ്ഞതാ. എന്തൊക്കെ ഹെയർ കട്ട് ചെയ്യുന്ന ടൈമിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് കരച്ചിലായിരുന്നു. ഇതിപ്പോൾ ഹെയറൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ്. എങ്ങനെയാണ് കിഷു പോകുന്നത്? എന്ത് കാറും എങ്ങനെ പോന്താ പോയാ? ഡൺ ഡൺ. ഇങ്ങ് നോക്കും അമ്മനെ. ജസ്റ്റ് ഇറാഷിൻ്റെ ഡ്രസ്സ് അവിടെ തന്നെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മേലിലൊക്കെ ഡ്രസ്സിലൊക്കെ ഹെയർ ആയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആള് കുട്ടപ്പനായില്ലേ. കുറച്ച് ടോയ്സ് ആളുടെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ആൾ ഹാപ്പിയായി. പിന്നെ സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നേ. ബേബി കരയുന്നത് കാണുമ്പോൾ നമുക്കും നല്ല വിഷമായിരിക്കും. കാരണം അടിച്ചതുപോലെയാണ് ആൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ കരയുന്നത്. എല്ലാവരുടെ കുട്ടികളും ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കാം. ഹെയർ കട്ട് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര കരച്ചിലായിരിക്കും അല്ലേ? ഇതുവരെ ഇതിനൊരു ട്രിക്സ് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയോ? വീട്ടിലെത്തുമ്പോഴത്തേക്കും 2 പാർസൽ ഉണ്ടായിരുന്നു. അതിൽ ഒരു ടോപ്പ് ഇതായിരുന്നു. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. കോട്ടണിലാണ് മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ട് ഡെയിലി വെയറിന് എന്തായാലും നല്ല സൂപ്പറായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ചെറിയൊരു റേറ്റിനാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇത് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് പർച്ചേസ് ചെയ്തത് മീഷോയിൽ നിന്നാണ്. സോ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എന്തായാലും വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അടുത്തത് ഇറാഷിന് വേണ്ടി വാങ്ങിയിട്ടുള്ള ബേബി ബോയിൻ്റെ ഒരു ഡ്രസ്സാണ്. ഒരു ടീഷർട്ടും ഷോർട്ട്സും ആണ് വരുന്നത്. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഞാൻ ഇതുപോലത്തെ കളേഴ്സ് അധികം ഇറാഷിന് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കളറാണ് ഞാൻ ഇത്തവണ വാങ്ങിയത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ഇതും നല്ലൊരു അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന പ്രോഡക്റ്റാണ്. എന്തായാലും വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു പോക്കറ്റ് ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ഡ്രസ്സാണ്. ഇതിന് പോക്കറ്റ് ഇല്ല. പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.